ഹലോ. അപ്പം ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ, കാരണം ചില ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഞാനൊരു വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത്. എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടായിരുന്ന കുറച്ച് വീഡിയോ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറവുകൾ ഒരുപാടുണ്ടാവും. കൂടുതലും കുറവുകൾ തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്ക്. കാരണം നമ്മൾ ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്, മോളുടെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മുമ്പ് പോയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതിലൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് കൊച്ചിയിലാണ്. കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് വിട്ട് നമ്മൾ കൊച്ചിയിലെത്തുമ്പോൾ നമ്മൾ വലിയൊരു നഗരത്തിൽ ചെല്ലാണ്. പിന്നെ വലിയൊരു ലോകമാണ് ഈ ഫാഷൻ ഫീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വേദിയിൽ മോൾക്ക് നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെപ്പോലെ സാധാരണക്കാരൊക്കെ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമാണെന്ന്. അങ്ങനെയല്ല, ഒരുപാട് കുട്ടികൾ വീട്ടിൽ നിന്നും എന്താ പറയുക, ആഗ്രഹങ്ങൾ കൊണ്ട് വന്ന ഒരു വേദിയും കൂടിയാണ് നമ്മുടെ ആ ഒരു ഫാഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ. നമ്മളും അങ്ങനെ തന്നെ ചെന്നവർ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളുടെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ ആ നിമിഷം ഓർക്കുക പോലുമില്ല. കാരണം നമ്മളെ മക്കൾ അവരുടെ ആ ഒരു ലൈഫ് നമ്മളെക്കാട്ടിൽ ഉയർന്നതാണല്ലോ എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കുക. ഞാനും അതുപോലെ ചിന്തിച്ച ഒരാളാണ് കേട്ടോ. വലിയ വേദികളിൽ നമ്മൾ സെലിബ്രിറ്റീസിനൊക്കെ കാണുമ്പോൾ കുറേ കാലത്തിന് ശേഷം അല്ലെങ്കിൽ അടുത്ത് നിന്ന് നമ്മൾ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ആ ഒരു സന്തോഷം ത്തിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മക്കളും കൂടെ ആ വേദിയിലാവുമ്പോൾ നമുക്ക് എന്താ പറയുക, അതിലില്ലാത്ത സന്തോഷം എന്ന് തന്നെ പറയാം. ഈ ഒരു ദിവസം മറക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം കുറേ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ ഡബ് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും അവിടെയുള്ള പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാണ് കേട്ടോ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ വീണ്ടും എടുത്ത് കാണുമ്പോഴേ അത് ഏതൊരു ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നമുക്ക് അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെയാണ്. കാരണം ആ സ്റ്റെപ്പ് മോൾ ഇറങ്ങുന്ന സമയത്ത് പോലും നമുക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാവും, ഇത്രയും വലിയൊരു ഷോ ലെവൽ ചെയ്യുമ്പോൾ എന്നുള്ളൊരു ടെൻഷന് കൂടെ തന്നെയായിരുന്നു ഞാൻ ഏതൊരു രക്ഷിതാവ് ഇരിക്കുന്ന പോലെ ഇരുന്നിരുന്നത്. കുറേ ജനങ്ങൾക്കിടയിൽ അവർ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് മാത്രമല്ല, എല്ലാ രക്ഷിതാക്കൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ദിവസം നമ്മൾ മറക്കില്ല. കാരണം ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു കാര്യമാണ് നടന്നിട്ടുള്ളത്. എനിക്കൊരുപാട് സന്തോഷം തോന്നിയതും പിന്നെ എന്ന് പറയുന്നത് അവരുടെ ഹാപ്പിനെസ്സാണല്ലോ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അവൾക്ക് ഷോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ എന്തായാലും എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ. താങ്ക് യു.